Hello, in this section we are discussing about the human and economic life of Sri Lanka. Sri Lankan human life. First, ethnic groups. ശ്രീലങ്ക എന്ന് പറയുന്നത് ഒരുപാട് കൾച്ചറൊക്കെ ചേർന്ന ഒരു പ്ലൂറൽ സൊസൈറ്റിയാണ്. ശ്രീലങ്കയിൽ പ്രധാനമായിട്ടും 3 എത്നിക് ഗ്രൂപ്പ്സിലോട്ടുള്ള ആളുകളാണ് കാണപ്പെടുന്നത്. ഒന്നാമത് സിംഗാളീസ്, രണ്ടാമത്തത് ശ്രീലങ്കൻ തമിഴ്സ്, മൂന്നാമത്തത് മൂർസ്. ഏറ്റവും കൂടുതൽ പോപ്പുലേഷൻ ഉള്ളത് സിംഗാളീസ് ആണ്. ഏതാണ്ട് 74.9% പോപ്പുലേഷൻ എന്ന് പറയുന്നത് സിംഗാളീസ് ആണ്. ഇവർ പ്രധാനമായിട്ടും കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത് ശ്രീലങ്കയുടെ സൗത്ത് വെസ്റ്റിലും അതുപോലെ തന്നെ സെൻട്രൽ പാർട്സിലുമാണ്. രണ്ടാമത്തെ കാറ്റഗറിയിലുള്ളവർ ശ്രീലങ്കൻ തമിഴ്സ് ആണ്. മേജർ മൈനോറിറ്റി പോപ്പുലേഷൻ ആണ് ശ്രീലങ്കൻ തമിഴ്സ് എന്ന് നമുക്ക് പറയാം. ശ്രീലങ്കൻ പോപ്പുലേഷന്റെ ഏതാണ്ട് 11.1% ആളുകൾ എന്ന് പറയുന്നത് ശ്രീലങ്കൻ തമിഴ്സ് ആണ്. ഇവർ പ്രധാനമായിട്ടും താമസിക്കുന്നത് ശ്രീലങ്കയുടെ ഈസ്റ്റേൺ ഭാഗത്തും അതുപോലെ തന്നെ നോർത്തിലുമാണ്. മൂന്നാമത്തെ എത്നിക് ഗ്രൂപ്പ് മൂഡ്സ് ആണ്. മൂഡ്സ് എന്ന് പറയുന്നത് ശരിക്കും അവർ അറബ് ട്രേഡേഴ്സ് ആണ്. അവർ ശ്രീലങ്കയിൽ വന്ന് സെറ്റിൽ ചെയ്തിട്ട് പിന്നീട് അവിടെയുള്ള ലോക്കൽ വിമനെ അവർ കല്യാണം കഴിക്കുകയും പിന്നീട് അവരിൽ നിന്ന് വന്ന ജനറേഷൻസിനെയാണ് മൂഡ്സ് എന്ന് അറിയപ്പെടുന്നത്. ടോട്ടൽ പോപ്പുലേഷന്റെ 9.3% കവർ ചെയ്യുന്നത് മൂഡ്സ് ആണ്. ഇവർ പ്രധാനമായിട്ടും താമസിക്കുന്നത് അർബൻ ഏരിയയിലാണ്, പ്രത്യേകിച്ച് ഐലൻഡിന്റെ സദേൺ പാർട്സിലും സെൻട്രലും ഈസ്റ്റേൺ പ്രോവിൻസിലും. പണ്ട് കാലത്ത് പോർച്ചുഗീസ് കോളനൈസേഷൻ ഉണ്ടായിരുന്ന സമയത്ത് ഒരുപാട് പെർസിക്യൂഷന് വിധേയമായിട്ടുള്ള എത്നിക് ഗ്രൂപ്പ്സ് ആണ് മൂഡ്സ് എന്ന് പറയുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് അവർക്ക് സെൻട്രൽ ഹൈലാൻഡ്സിൽ നിന്നും ഈസ്റ്റേൺ കോസ്റ്റിൽ നിന്നുമൊക്കെ പിന്നീട് താമസം മാറേണ്ടിയും മൈഗ്രേറ്റ് ചെയ്യേണ്ടിയൊക്കെ വന്നത്. പിന്നീട് അവർ സൗത്തിലോട്ട് പോവുകയാണ് ഉണ്ടായത്. ആദ്യം കാണുന്നത് സിംഗാളീസ് എത്നിക് ഗ്രൂപ്പാണ്, രണ്ടാമത്തത് ശ്രീലങ്കൻ തമിഴ്സ്, മൂന്നാമത്തത് മൂർസ്. ശ്രീലങ്കയിൽ കാണപ്പെടുന്ന മറ്റു മൈനർ ആയിട്ടുള്ള എത്നിക് ഗ്രൂപ്പ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. അതിൽ ഒന്നാമത്തത് ഇന്ത്യൻ തമിഴ്സ് ആണ്. ഇന്ത്യൻ തമിഴ്സ് എന്ന് പറയുന്നത് ശ്രീലങ്കൻ പോപ്പുലേഷന്റെ 4.1%. പണ്ട് കാലത്ത് ബ്രിട്ടീഷുകാര് പ്രത്യേകിച്ച് 19ാം നൂറ്റാണ്ടിൽ അവരുടെ ടീ അല്ലെങ്കിൽ റബ്ബർ പ്ലാന്റേഷന് വേണ്ടിയിട്ട് വർക്കേഴ്സ് ആയിട്ട് ഇന്ത്യയിൽ നിന്ന് കൊണ്ടുവന്ന തമിഴ്സിനെയാണ് ഇന്ത്യൻ തമിഴ്സ് എന്നറിയപ്പെടുന്നത്. ഇവർ പ്രധാനമായിട്ടും കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് സൗത്ത് സെൻട്രൽ ശ്രീലങ്കയിലാണ്. ടീ കൺട്രി എന്നാണ് ഈ ഒരു പ്രദേശത്തെ അറിയപ്പെടുന്നത്. ഇനി മറ്റു മൈനോർ ഗ്രൂപ്പ്സ് എന്ന് പറയുന്നത് മലായ്സ് ആണ്. മലായ്സ് എന്ന് പറയുന്നത് ഓസ്ട്രോനേഷ്യൻ സെറ്റിലേഴ്സിനെയാണ് മലായ്സ് എന്ന് പറയുന്നത്. അതുപോലെ യൂറോപ്യൻ കോളനിസ്റ്റ് ഉണ്ട്, പോർച്ചുഗീസിനും നെതർലാൻഡ്സിനും ബ്രിട്ടനിൽ നിന്നും ഒക്കെ വന്നിട്ട്, അതുപോലെ തന്നെ ചൈനീസ് ആയിട്ടുള്ള മൈഗ്രൻസും ഒക്കെ വന്നിട്ട് സെറ്റിലായവരെ ബർഗേഴ്സ് എന്നാണ് വിളിക്കുന്നത്. ഇവർ 18ാം നൂറ്റാണ്ട് 19ാം നൂറ്റാണ്ടിലൊക്കെയാണ് അവർ ശ്രീലങ്കയിൽ എത്തിച്ചേരുന്നത്. ഇനി ആഫ്രിക്കയിൽ നിന്ന് വന്നിട്ട് സെറ്റിൽ ചെയ്തിരിക്കുന്ന വളരെ കുറച്ച് പോപ്പുലേഷനും ശ്രീലങ്കയിൽ ഉണ്ട്. ഇന്ത്യൻ തമിഴ്സ്, മലായ്സ്, ബർഗേഴ്സ്. ശ്രീലങ്കൻ എത്നിക് ഗ്രൂപ്പ്സിന്റെ ഡിസ്ട്രിബ്യൂഷൻ നോക്കാം. ഏതാണ്ട് 75% കവർ ചെയ്യുന്നത് സിംഗാളീസ് ആണ്. പർപ്പിൾ കളർ ഷെയ്ഡാണ് ഡിസ്ട്രിബ്യൂഷൻ കാണിച്ചേക്കുന്നത്. ഇന്ത്യൻ തമിഴ്സ് സൗത്ത് സെൻട്രൽ ഭാഗത്തായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കാണപ്പെടുന്നു. അതുപോലെ തന്നെ ശ്രീലങ്കൻ മൂഡ്സ് ആണ് ഈ ഭാഗങ്ങളിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കാണപ്പെടുന്നത്. ശ്രീലങ്കൻ തമിഴ്സ് ആണ് മേജർ മൈനോറിറ്റി നോർത്തേൺ ഭാഗത്തും ഈ ഒരു ഈസ്റ്റേൺ ഭാഗത്തുമായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കാണപ്പെടുന്നത്. മെജോറിറ്റി ഇല്ലാത്ത ആളുകൾ ബാക്കിയുള്ളവരെല്ലാം ഈ ഭാഗങ്ങളിലും ഈ ഭാഗങ്ങളിലുമായിട്ട് ഷെയർ ചെയ്യുന്നു. ലാംഗ്വേജ്. ശ്രീലങ്കയ്ക്ക് 2 ഒഫീഷ്യൽ ലാംഗ്വേജ് ആണ് ഉള്ളത്, സിംഹാളയും തമിഴും. സിംഹാള ഏറ്റവും കൂടുതൽ സംസാരിക്കുന്നവർ താമസിക്കുന്നത് സദേൺ വെസ്റ്റേൺ സെൻട്രൽ ഭാഗങ്ങളിലാണ്, അതായത് സിംഗാളീസ് ആണ്. തമിഴ് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നവർ നോർത്തേൺ ഈസ്റ്റേൺ ഭാഗങ്ങളിലാണ് താമസിക്കുന്നത്. സിംഗാളി പീപ്പിളിന്റെ നേറ്റീവ് ലാംഗ്വേജ് ആണ് സിംഗാള എന്ന് പറയുന്നത്. സിംഗാള ടോട്ടൽ പോപ്പുലേഷൻ ഏതാണ്ട് 13 മില്യൺ വരും. സിംഗാള അതുപോലെ തന്നെ മറ്റ് എത്നിക് ഗ്രൂപ്പ്സും അവരുടെ സെക്കൻഡറി ലാംഗ്വേജ് ആയിട്ട് സിംഗാള യൂസ് ചെയ്യുന്നുണ്ട്. സിംഗാളയുടെ ഒരു ഇൻഫ്ലുവൻസ് വന്നത് പാലി ലാംഗ്വേജിൽ നിന്നാണ്. ഇതൊരു ശ്രീലങ്കൻ ബുദ്ധിസ്റ്റിന്റെ ഒരു ലാംഗ്വേജ് ആണ് പാലി എന്ന് പറയുന്നത്.
തമിഴ് എന്ന് പറയുന്നത് സെക്കൻഡ് ഒഫീഷ്യൽ ലാംഗ്വേജ് ആണ്. ഏതാണ്ട് 5 മില്യൺ പീപ്പിൾ തമിഴ് സംസാരിക്കുന്നുണ്ട്. ശ്രീലങ്കൻ പോപ്പുലേഷന്റെ 15% ആളുകൾ തമിഴ് സംസാരിക്കുന്നുണ്ട്. തമിഴ് എന്ന് പറയുന്നത് ദ്രവിഡിയൻ ലാംഗ്വേജ് ഫാമിലിയാണ്. പ്രധാനമായിട്ടും ഇന്ത്യൻ സ്റ്റേറ്റ് ആയിട്ടുള്ള തമിഴ്നാടിലാണ് ഈ ലാംഗ്വേജ് പ്രിഡോമിനന്റ് ആയിട്ട് കാണപ്പെടുന്നത്. ഇനി സിംഹാളയൻ തമിഴും അല്ലാതെ മറ്റു മൈനോറിറ്റി ലാംഗ്വേജസും അവിടെയുണ്ട്. അത്തരത്തിലൊരു മൈനോറിറ്റി ലാംഗ്വേജ് ആണ് വേദ എന്ന് പറയുന്നത്. വേദ പീപ്പിൾ ആണ്. അതായത് ഒരു ട്രൈബൽ ഹണ്ടർ ഗ്യാദറേഴ്സ് ആണ് വേദാസ് എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് സെൻട്രൽ ശ്രീലങ്കയിൽ ഫോറസ്റ്റുകൾ താമസിക്കുന്നവരാണ് വേദാസ്. അവർ സംസാരിക്കുന്ന ഭാഷയാണ് വേദ. ഇനി മറ്റൊരു കമ്മ്യൂണിറ്റി ഉണ്ട്, റോഡിയ കമ്മ്യൂണിറ്റി. പ്രത്യേകിച്ച് അവർ ഹില്ലി ഏരിയാസിൽ, ഹിൽ കൺട്രിയിലാണ് അവർ താമസിക്കുന്നത്. അവർ സംസാരിക്കുന്ന ലാംഗ്വേജ് അവരുടേതായിട്ടുള്ളൊരു സിംഗാള ഡയലക്റ്റിലുള്ളൊരു ലാംഗ്വേജ് ആണ്. ഇനി ശ്രീലങ്കൻ മൂഡ്സ് സംസാരിക്കുന്നത് തമിഴ് ബേസ്ഡ് ചെയ്തിട്ടുള്ള ലാംഗ്വേജ് ആണ്. പക്ഷെ അതിന് അറബിക്കിന്റെ നല്ല രീതിയിലുള്ള ഇൻഫ്ലുവൻസ് ഉള്ളൊരു തമിഴാണ് ശ്രീലങ്കൻ മൂഡ്സ് സംസാരിക്കുന്നത്. ഇനി മലയ് മുസ്ലിംസ് സംസാരിക്കുന്ന ലാംഗ്വേജ് ക്രലോയ് മലോയ് എന്നാണ്. ബഹാസ, മലേഷ്യ, തമിഴ്, സിംഗാള, അറബിക് ഈ 4 ലാംഗ്വേജിന്റെ ഒരു മിക്സ്ചർ ആണ് ക്രലോയ് മലോയ്. റിലീജിയൻ. ശ്രീലങ്കയിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ഫോളോ ചെയ്യുന്ന റിലീജിയൻ ബുദ്ധിസമാണ്. ഏതാണ്ട് 70% ആളുകൾ. അത് കഴിഞ്ഞ് ഹിന്ദുയിസവും, അത് കഴിഞ്ഞ് ഇസ്ലാമിസവും, ക്രിസ്ത്യാനിറ്റി തന്നെ റോമൻ കാത്തലിക്കും ഒപ്പം തന്നെ മറ്റു ഡിനോമിനേഷൻസും ഉണ്ട്. റിലീജിയനും എത്നിസിറ്റിയും തമ്മിൽ ഒരു അഭേദ്യ ബന്ധമാണ് ശ്രീലങ്കൻ പോപ്പുലേഷനിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഏറ്റവും കൂടുതലുള്ള സിംഗാളിസ് പോപ്പുലേഷൻ ഫോളോ ചെയ്യുന്നത് ബുദ്ധിസ്റ്റ് റിലീജിയൻ ആണ്. മൈനോറിറ്റീസ് ആയിട്ടുള്ള തമിഴ് ഫോളോ ചെയ്യുന്നതാണ് ഹിന്ദുവും ക്രിസ്ത്യൻ റിലീജിയനും. ഇനി ശ്രീലങ്കൻ മൂഡ്സും മലായ്സും ഒക്കെ ഫോളോ ചെയ്യുന്നതാണ് മുസ്ലിം റിലീജിയൻ. ഇനി മറ്റു റിലീജിയസ് മൈനോറിറ്റീസ് ആയിട്ടുള്ള പാർസീസും ബഹായിസും ഒക്കെ ചെറിയ ചെറിയ അളവിൽ ശ്രീലങ്കയിൽ കാണപ്പെടുന്നുണ്ട്. ഒരു ബുദ്ധിസ്റ്റ് മൊണാസ്ട്രിയാണ് ശ്രീലങ്കയിലെ. സെറ്റിൽമെന്റ് പാറ്റേൺസ്. ശ്രീലങ്കയിലെ വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് സിറ്റി ആൻഡ് മെട്രോപൊളിറ്റൻ റീജിയൻ എന്ന് പറയുന്നത് കൊളംബോയാണ്. കൊളംബോ മെട്രോപൊളിറ്റൻ റീജിയൻ. ഈ കൊളംബോ മെട്രോപൊളിറ്റൻ റീജിയനാണ് എൻ്റെ ലെജിസ്ലേറ്റീവ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ഒപ്പം തന്നെ ശ്രീ ജയവർദ്ധനപുര കോട്ടയൊക്കെ ഉൾപ്പെടുന്ന ഒരു പ്രദേശം കൂടിയാണ് കൊളംബോ മെട്രോപൊളിറ്റൻ റീജിയൻ. അഡ്മിനിസ്ട്രേറ്റീവ്, കമേഴ്ഷ്യൽ, ഇൻഡസ്ട്രിയൽ റീജിയൻ അല്ലെങ്കിൽ ട്രാൻസ്പോർട്ട് ഹബ് ഓഫ് ശ്രീലങ്ക എന്നൊക്കെ പറയുന്നതാണ് കൊളംബോ മെട്രോപൊളിറ്റൻ റീജിയൻ. ഒത്തിരി അർബൻ സെറ്റിൽമെന്റ്സ്, ചെറുതും വലുതുമായിട്ടുള്ള ഒത്തിരി അർബൻ സെറ്റിൽമെന്റ്സും ഫങ്ഷൻസും കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്ന ഒരു റീജിയൻ കൂടിയാണ്. റൂറൽ ഏരിയയിൽ നിന്ന് ഒത്തിരി പേര് അർബൻ ഏരിയയിലേക്ക് ഡെയിലി കമ്മ്യൂട്ടേഷന് വേണ്ടിയിട്ട് ട്രാവലും ചെയ്യുന്നുണ്ട്. പക്ഷെ കമ്പാരിറ്റീവ്ലി മൈഗ്രേഷൻ എന്ന് പറയുന്നത് വളരെ കുറവാണ്. കൊളംബോ സിറ്റി. ശ്രീലങ്കൻ പോപ്പുലേഷന്റെ 4/5 താമസിക്കുന്നത് റൂറൽ ഏരിയയിലാണ്. റൂറൽ പോപ്പുലേഷൻ സെറ്റിൽമെന്റ്സ് തന്നെ 3 തരത്തിലാണുള്ളത്. ഒന്നാമത്തെ സെറ്റിൽമെന്റ് എന്ന് പറയുന്നത് ഹൈ റൂറൽ പോപ്പുലേഷൻ ഡെൻസിറ്റി ആണ്. ഇവർ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് വെറ്റ് സോണിൽ, ജാഫ പെൻസിലയിൽ, ഒപ്പം തന്നെ കോസ്റ്റൽ വില്ലേജസ്, പ്രത്യേകിച്ച് ഈസ്റ്റ് കോസ്റ്റൽ വില്ലേജസിലുമാണ്. ഇവിടുത്തെ പ്രത്യേകത ഒരു ഹോംസ്റ്റെഡ് ഗാർഡൻ കാണും, അതിനടുത്ത് തന്നെ ഒരു പാഡി ഫീൽഡ് കാണും, അടുത്തൊരു ഹോംസ്റ്റെഡ് ഗാർഡൻ കാണും. അങ്ങനത്തെ രീതിയിലാണ് അവർ താമസിക്കുന്നത്. രണ്ടാമത്തെ കോൺസെൻട്രേഷൻ കാണപ്പെടുന്നത് സെൻട്രൽ ഹൈലാൻഡ്സിലാണ്. ഇവിടെ പ്രധാനമായിട്ടും ടീ, റബ്ബർ പ്ലാന്റേഷൻസ് ആണ് കണ്ടുവരുന്നത്. ഇവിടുത്തെ വില്ലേജിന്റെ പ്രത്യേകത ഒരു ബാരക് ടൈപ്പ് സ്ട്രക്ചേഴ്സ് ആണ്. മാത്രമല്ല ഓരോ ക്ലസ്റ്ററിലും ഒത്തിരി ആളുകൾ, ഹൺഡ്രഡ്സ് ഓഫ് പോപ്പുലേഷൻ, പ്രത്യേകിച്ച് പ്ലാന്റേഷൻ വർക്കേഴ്സ് ഫാമിലീസ് താമസിക്കുന്നുണ്ട്. ഒരു ക്ലസ്റ്റർ എന്ന് പറയുന്നത് 2.5 ഏക്കറാണ്. അതായത് 1 ഹെക്ടർ ലാൻഡിനാണ് ഒരു ക്ലസ്റ്റർ എന്ന് പറയുന്നത്. 1 ഹെക്ടർ ലാൻഡിനകത്ത് തന്നെ ഹൺഡ്രഡ്സ് ഓഫ് പ്ലാന്റേഷൻ വർക്കർ ഫാമിലീസ് താമസിക്കുന്നുണ്ട്. മൂന്നാമത്തെ ടൈപ്പ് എന്ന് പറയുന്നത് ഡ്രൈ സോണിൽ കാണപ്പെടുന്നതാണ്. പ്രത്യേകിച്ച് കോളനൈസേഷൻ സ്കീംസ് ഉള്ള ആളുകളാണ് ഇവിടെ. അതായത് ഇറിഗേഷൻ ബേസ്ഡ് പ്ലാന്റ് സെറ്റിൽമെന്റ്സ് ഉള്ള ആളുകളാണ് ഇവിടെ താമസിക്കുന്നത്. ഈ ഓരോ കോളനിക്കും ഓരോരോ ഫീച്ചേഴ്സ് കാണും, ഓരോ അഗ്രികൾച്ചർ ലാൻഡ് കാണും. ഏതാണ്ട് ഓരോ അഗ്രികൾച്ചർ ലാൻഡിൻ്റെയും സൈസ് എന്ന് പറയുന്നത് യൂണിഫോം ആയിരിക്കും. പ്രത്യേകിച്ച് പാഡി ഫീൽഡ്സ് ആണ് കാണുന്നത്. ഇത് ഒക്കുപ്പൈ ചെയ്തിരിക്കുന്ന ഇറിഗേഷൻ നടത്താൻ പറ്റുന്ന ലാൻഡ്സ് ആണ്. ഇത് റൂറൽ സെറ്റിൽമെന്റ് ആണ്, ശ്രീലങ്കൻ റൂറൽ സെറ്റിൽമെന്റ്സ്. നമ്മുടെ ഇടുക്കി പ്രദേശമൊക്കെ കാണുന്നൊരു ഫീലാണ് നമുക്ക് കാണുമ്പോൾ തോന്നുന്നത്. ഡെമോഗ്രഫി നോക്കാം. പോപ്പുലേഷൻ ഏതാണ്ട് 2.19 crores ആണ്. പോപ്പുലേഷൻ ഡെൻസിറ്റി 332 persons per square kilometer.
The growth rate is 0.612%. Birth rate is 1000 population 17.04 birth. Death rate 1000 population 5.96 death. Life expectancy is 75.94. For male it is 72.43 and for female it is 79.59. The fertility rate is 2 children born to every human. Infant mortality rate 9.47 death per 1000 live birth. Overall literacy of those who age 10 and over is 95.7%. The dependency ratio is 60.2%. 18.2% live in urban area governed by municipal and urban council. And about sex ratio, the total sex ratio is 0.93 males per female, and at birth it is 1.02 male per female, and under 15 1.02 male per female, 15 to 64 years 0.93 male per female, and 65 and over 0.76 male per female. Economy. ശ്രീലങ്കൻ ഇക്കോണമി ഇന്നത്തെ രീതിയിലാവാൻ ഏറ്റവും കൂടുതൽ പങ്കുവഹിച്ചിട്ടുള്ളത് ബ്രിട്ടീഷ് ഭരണമാണ്. മുമ്പ് കാലത്ത് നിലനിന്നിരുന്നത് സബ്സിസ്റ്റൻസ് അഗ്രികൾച്ചർ ആയിരുന്നു. അതായത് അന്നന്നത്തെ നിലനിൽപ്പിന് വേണ്ടിയിട്ടുള്ള മാത്രം അഗ്രികൾച്ചർ പ്രാക്ടീസ്. സ്വന്തമായിട്ടുള്ള കൃഷിപ്പാടത്ത് കൃഷി ചെയ്യുന്നു. സ്വന്തം വീട്ടാവശ്യത്തിനോ അല്ലെങ്കിൽ തൊട്ടടുത്തോ ഉള്ള ഒന്നോ രണ്ടോ വീടുകൾക്കോ അല്ലെങ്കിൽ ചെറിയൊരു മാർക്കറ്റിലൊക്കെ വേണ്ടിയുള്ള കൃഷി മാത്രം ചെയ്യുന്ന രീതി. പിന്നീട് അത് പ്ലാന്റേഷൻ അഗ്രികൾച്ചറിലോട്ട് മാറുകയാണ് ഉണ്ടായത്. മാനുഫാക്ചറിങ്ങിന് അത്ര വലിയ സിഗ്നിഫിക്കൻറ്റ് റോളൊന്നും ശ്രീലങ്കൻ ഇക്കോണമിയിൽ ഇല്ല. ഏറ്റവും കൂടുതൽ ഫോറിൻ ഏർണിങ്സ് കിട്ടുന്നത് 3 ക്രോപ്സിൽ നിന്നാണ്: ടീ, റബ്ബർ ആൻഡ് കോക്കനട്ട്. പിന്നെ ശ്രീലങ്കൻ റൂറൽ പോപ്പുലേഷൻ്റെ ഏറ്റവും പ്രിൻസിപ്പൽ ക്രോപ്പ് എന്ന് പറയുന്നത് റൈസ് ആണ്. ഏതാണ്ട് 70% റൂറൽ പോപ്പുലേഷൻ്റെ ഒക്കുപ്പേഷൻ എന്ന് പറയുന്നത് റൈസിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ്. മാനുഫാക്ചറിങ് ഇൻഡസ്ട്രീസ് എന്ന് പറയുന്നത് ടോട്ടൽ GDPയിൽ 19% കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. അതുപോലെ ടോട്ടൽ ഒക്കുപ്പേഷൻ അല്ലെങ്കിൽ ടോട്ടൽ വർക്ക് ഫോഴ്സിൽ 17% മാനുഫാക്ചറിങ് ഇൻഡസ്ട്രീസ് ആണ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. ഏറ്റവും കൂടുതൽ മാനുഫാക്ചർ ചെയ്യുന്ന ഉൽപ്പന്നങ്ങൾ എന്ന് പറയുന്നത് ടെക്സ്റ്റൈൽസ്, സെറാമിക്സ്, പെട്രോളിയം പ്രോഡക്ട്സ്, വെജിറ്റബിൾ ഓയിൽ, ഫെർട്ടിലൈസേഴ്സ്, സിമെന്റ് തുടങ്ങിയവയാണ്. ഇനി സർവീസ് സെക്ടർ എന്ന് പറയുന്നത് ശ്രീലങ്കൻ ഇക്കോണമിയിലൊരു ലാർജസ്റ്റ് സെക്ടറാണ്. ഏതാണ്ട് 45% വർക്ക് ഫോഴ്സ് വരുന്നത് സർവീസ് സെക്ടറിൽ നിന്നാണ്. GDPയുടെ 60% വരുന്നതും സർവീസ് സെക്ടറിൽ നിന്നാണ്. പ്രധാനപ്പെട്ട സർവീസ് സെക്ടർ ഇൻഡസ്ട്രീസ് എന്ന് പറയുന്നത് ടൂറിസം, ബാങ്കിങ്, ഫൈനാൻസ്, റീറ്റെയിൽ, ട്രേഡ് തുടങ്ങിയവയാണ്. മിനറൽ റിസോഴ്സ്. ശ്രീലങ്ക എന്ന് പറയുന്നത് മിനറൽസിൻ്റെ ഒരു റിച്ച് റിസോഴ്സ് പ്ലേസ് കൂടിയാണ്. എസ്പെഷ്യലി അവിടെ കാണപ്പെടുന്ന മിനറൽസ് എന്ന് പറയുന്നത് ജെം സ്റ്റോൺസ്, ഗ്രാഫൈറ്റ്, ഇലുമിനൈറ്റ്, അയൺ ഓർ, ലൈം സ്റ്റോൺ, കോഡ്സ്, മൈക്ക, ഇൻഡസ്ട്രിയൽ ക്ലേ, സോൾട്ട് തുടങ്ങിയവയാണ്. ഇനി വളരെ കുറച്ച് രീതിയിലേ കാണപ്പെടുന്നുള്ളൂ എങ്കിലും കൊമേഴ്ഷ്യൽ രീതിയിൽ എക്സ്ട്രാക്ട് ചെയ്യുന്ന നോൺ ഫെറസ് മെറ്റൽസും മിനറൽസും ഒത്തിരി ഉണ്ട് അവിടെ. ടൈറ്റാനിയം, മോണോക്സൈഡ്, സിർക്കോൺ തുടങ്ങിയവയാണ്. പ്രത്യേകിച്ച് അവിടുത്തെ ബീച്ച് സാൻഡിൽസിലാണ് ഇത് കാണപ്പെടുന്നത്. ഈ ഫോസിൽ ഫ്യൂൾസിൽ തന്നെ ലോ ഗ്രേഡ് വെറൈറ്റി ആയിട്ടുള്ള പീറ്റ് അവിടുത്തെ സ്വാംസിൽ, പ്രത്യേകിച്ച് വെസ്റ്റ് കോസ്റ്റിലുള്ള സ്വാംസിൽ കണ്ടുവരുന്നുണ്ട്. അഗ്രികൾച്ചർ ഏറ്റവും പ്രിൻസിപ്പൽ ക്രോപ്പ് എന്ന് പറയുന്നത് റൈസ് കൾട്ടിവേഷൻ ആണ്. റൈസ് കൾട്ടിവേഷൻ ഏറ്റവും വ്യാപകമായിട്ട് തുടങ്ങിയത് ഇൻഡിപെൻഡൻസിന് ശേഷമാണ്. 2 ഘടകങ്ങളാണ് റൈസ് പ്രൊഡക്ഷൻ കൂട്ടാൻ സഹായിച്ചിട്ടുള്ളത്. ഒന്നാമത് 1970കളിൽ ഒരു മഹാവലി ഡെവലപ്മെന്റ് പ്രോഗ്രാം വന്നു. പ്രത്യേകിച്ച് ഡ്രൈ സോണുകളിൽ പാഡി കൾട്ടിവേഷൻ കൊണ്ടുവന്നതിൻ്റെ ഫലമായിട്ട് ഏതാണ്ട് 2,48,000 ഏക്കേഴ്സ് ഓഫ് ഡ്രൈ ലാൻഡിൽ പാഡി കൃഷി തുടങ്ങിയിട്ടുണ്ട്. രണ്ടാമത് അവർ ഹൈ ഈൽഡിംഗ് വെറൈറ്റി ക്രോപ്സ് അഡോപ്റ്റ് ചെയ്തു. ഇത് രണ്ടും കാരണം റൈസ് പ്രൊഡക്ഷൻ വളരെ മുന്നിട്ടാണ് ശ്രീലങ്കയിൽ നിൽക്കുന്നത്. ശ്രീലങ്കയിൽ റൈസ് പ്രധാനമായിട്ടും കൃഷി ചെയ്യുന്നത് 2 സീസണിലാണ്: മഹ, യാല. ഇനി രണ്ടാമത്തെ പ്രിഡോമിനന്റ് ക്രോപ്പ് എന്ന് പറയുന്നത് ടീ ആണ്. വെറ്റ് സോണിലാണ് ടീ പ്രധാനമായിട്ടും കൃഷി ചെയ്യുന്നത്. ബെസ്റ്റ് ആയിട്ടുള്ള വേൾഡിലെ തന്നെ ഏറ്റവും ബെസ്റ്റ് ക്വാളിറ്റി ബ്ലാക്ക് ടീ വരുന്നത് ശ്രീലങ്കയിൽ നിന്നാണ്. മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്രോപ്പാണ് റബ്ബർ. റബ്ബർ പ്രധാനമായിട്ടും ഗ്രോ ചെയ്യുന്നത് വെറ്റ് സോൺ ഇൻറ്റീരിയർ പോർഷനിലാണ്.
മറ്റൊരു ക്രോപ്പ് എന്ന് പറയുന്നത് കോക്കനട്ട് ആണ്. കോക്കനട്ട് പ്രധാനമായിട്ട് കൃഷി ചെയ്യുന്നത് വെസ്റ്റേൺ സീ ബോർഡിലെ ഹിന്റർലാൻഡ്സിലാണ്. മറ്റ് ഇമ്പോർട്ടൻറ്റ് ക്രോപ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഏതാണ്ട് 80 വെറൈറ്റീസ് ഓഫ് ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഒക്കെ ശ്രീലങ്കയുടെ ആഗ്രോ ക്ലൈമാറ്റിക് ഏരിയാസിൽ ഗ്രോ ചെയ്യുന്നുണ്ട്. ശ്രീലങ്കയിലെ ഹില്ലി കൺട്രി റീജിയൻസിൽ ടെമ്പറേറ്റ് ക്രോപ്സിന്റെ കൃഷിക്ക് വളരെ അനുയോജ്യമായിട്ടുള്ള ക്ലൈമാറ്റിക് കണ്ടീഷൻസ് ആണ് ലഭിക്കുന്നത്. ഇമ്പോർട്ടൻ്റ് ആയിട്ട് അവിടെ കൃഷി ചെയ്യുന്നത് ക്യാരറ്റ്, ലീക്ക്, ക്യാബേജ്, കോളിഫ്ലവർ, സലാഡ് ലീവ്സ്, ബീറ്റ്, ബീൻസ്, ബെൽ പെപ്പർ, സലാഡ് കുക്കുംബർ തുടങ്ങിയവയാണ്. ഇപ്പോൾ തന്നെ ഡ്രൈ വെറ്റ് ഏരിയാസിൽ ട്രോപ്പിക്കൽ ഫ്രൂട്ട്സും വെജിറ്റബിൾസും പ്രധാനമായിട്ട് ഗ്രീൻ ചില്ലി, റെഡ് ഒണിയൻ, പംകിൻ, ബിറ്റർ ഗാർഡ്, മെലൺ, സ്വീറ്റ് ആൻഡ് സോ ബനാന ടൈപ്സ്, ക്യൂൻ, പൈനാപ്പിൾ, പപ്പായ, മാംഗോ, ലെമൺ, ഗർക്കിൻസ് തുടങ്ങിയവ കൃഷി ചെയ്യുന്നുണ്ട്. ഗർക്കിൻസ് എന്ന് പറയുന്നത് ഒരു ചെറിയ ടൈപ്പ് വെള്ളരിക്കയാണ്. താഴെ കാണുന്നത് ഗർക്കിൻസിന്റെ ഒരു ഇമേജ് ആണ്. Then ഓയിൽ സീഡ്സ് ആയിട്ടുള്ള ഗ്രൗണ്ട് നട്ട്, സീസ്മം, സൺഫ്ലവർ, മസ്റ്റർഡ് ഒക്കെ ശ്രീലങ്കയിൽ കൃഷി ചെയ്യുന്നുണ്ട്. അതിൽ ഗ്രൗണ്ട് നട്ട് ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യുന്നത് മൊണാർഗല, ഹമ്പൻടോട്ട, കുരുങ്കല, അനുരാധപുര, ബഡുല, രത്നപുര, പുട്ടാലം ഡിസ്ട്രിക്ട്സിലാണ്. ശ്രീലങ്കയിലും എക്സ്പോർട്ട് ചെയ്യുന്ന മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പ്രീമിയം ആയിട്ടുള്ള സ്പൈസ് പ്രോഡക്റ്റ് ആണ് സിനമൺ എന്ന് പറയുന്നത്, പട്ട. ശ്രീലങ്കൻ പട്ട എന്ന് പറയുന്നത് വളരെ വേൾഡ് ഫേമസ് ആണ്. ഏറ്റവും കൂടുതൽ മാർക്കറ്റുള്ളൊരു പ്രോഡക്റ്റ് കൂടിയാണ് സിനമൺ എന്ന് പറയുന്നത്. അപ്പം തന്നെ രണ്ടാമത് എക്സ്പോർട്ട് ചെയ്യുന്ന സ്പൈസ് എന്ന് പറയുന്നത് ബ്ലാക്ക് പെപ്പർ ആണ്. ഫോറസ്ട്രി ആൻഡ് ഫിഷിംഗ്. യുണൈറ്റഡ് നേഷൻസ് എഫ്ഒയുടെ കണക്ക് പ്രകാരം 2010 കണക്ക് പ്രകാരം ശ്രീലങ്കയിലെ ഏതാണ്ട് 28.8% ഏരിയയിൽ ഫോറസ്റ്റ് കവർ ഉണ്ട്. ഇനി ഫോറസ്റ്റ് പ്ലാന്റേഷൻസിലെ ഇമ്പോർട്ടൻറ്റ് പ്ലാന്റേഷൻസ് എന്ന് പറയുന്നത് തേക്ക്, യൂക്കാലിപ്സ്, പൈൻ, മഹാഗണി തുടങ്ങിയവയാണ്. ഇനി ഫിയർവുഡ്സും മിസ്ലിനിയസ് ഹാർഡ്വുഡും തേക്ക് പ്ലാന്റേഷൻസും ഒക്കെ ശ്രീലങ്കയുടെ ഡ്രൈ സോൺസിൽ കാണപ്പെടുന്നുണ്ട്. ഇതിനൊപ്പം തന്നെ മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഇക്കണോമിക് ആക്ടിവിറ്റിയാണ് ഫിഷറീസ് എന്ന് പറയുന്നത്. നോർത്തിലും നോർത്ത് വെസ്റ്റ് കോസ്റ്റിലും ഒത്തിരി ഫിഷറീസ് റിസോഴ്സസ് അവൈലബിൾ ആണ്. പിന്നെ മറ്റൊരു തടസ്സം എന്ന് പറയുന്നത് ടെക്നോളജിയുടെ കുറവാണ്. ഫിഷിംഗ് ഉണ്ടെങ്കിൽ തന്നെയും ഏറ്റവും കൂടുതൽ ആളുകൾ കോസ്റ്റൽ ഫ്രിഞ്ചിൽ ഫിഷിങ്ങിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടെങ്കിലും ടെക്നോളജിക്കൽ പരമായിട്ടുള്ള കുറവ് ആ റിസോഴ്സിനെ പൂർണ്ണമായിട്ട് എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നതിൽ നിന്ന് അവരെ പിന്തിരിപ്പിക്കുന്നുണ്ട്. ഇൻഡസ്ട്രി. ശ്രീലങ്കയിൽ പ്രധാനപ്പെട്ട ഇൻഡസ്ട്രീസിൽ ഒന്ന് മിനറൽ എക്സ്ട്രാക്ഷൻ ഇൻഡസ്ട്രിയാണ്. ഇതിൽ പ്രധാനമായിട്ടും മൈൻ ചെയ്യുന്നത് ജം സ്റ്റോൺസും ഗ്രാഫൈറ്റും, ഒപ്പം തന്നെ ബീച്ച് സാൻഡ്സിൽ നിന്ന് ഇലുമിനേറ്റും മോണസൈറ്റും, ഒപ്പം തന്നെ കയൂലിൻ, എപ്പറ്റൈറ്റ്, കോഡ് സാൻഡ്, ക്ലേ സോൾട്ട് തുടങ്ങിയവ കോറിങ് ചെയ്തെടുക്കുകയും ചെയ്യുന്നുണ്ട്. ഇതിൽ ജം മൈനിങ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഹൈ വാല്യൂ ജം സ്റ്റോൺസ് ആയിട്ടുള്ള സഫയർ, റൂബി, ടോപ്പേഴ്സും ഒപ്പം തന്നെ സെമി പ്രഷ്യസ് സ്റ്റോൺസുമാണ് ഇത്തരത്തിൽ എക്സ്ട്രാക്ട് ചെയ്തെടുക്കുന്നത്. ഫോറിൻ മാർക്കറ്റിലൊക്കെ തന്നെ ഒത്തിരി വാല്യൂ ഉള്ള പ്രോഡക്ട്സ് ആണ് ഇത്. ഗ്രാഫൈറ്റ്, ഇലുമിനേറ്റ്, മോണോസൈറ്റ് ഒക്കെ സെമി പ്രോസസ്ഡ് ഫോമിലാണ് മറ്റു രാജ്യങ്ങളിലോട്ട് കയറ്റുമതി ചെയ്യുന്നത്. ഇനി മിനറൽസ് റോ മെറ്റീരിയൽസിന്, പ്രത്യേകിച്ച് മാനുഫാക്ചറിങ്, കൺസ്ട്രക്ഷൻ ഇൻഡസ്ട്രീസിന് റോ മെറ്റീരിയൽസ് ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ട്രേഡിൽ ശ്രീലങ്ക ഏറ്റവും കൂടുതൽ എക്സ്പോർട്ട് ചെയ്യുന്നത് ടെക്സ്റ്റൈൽസ്, ഗാർമെന്റ്സ്, ടീ, സ്പൈസസ്, ജം, കോക്കനട്ട് പ്രോഡക്ട്സ്, റബ്ബർ, ഫിഷ് തുടങ്ങിയവയാണ്. പ്രധാനമായി അത് എക്സ്പോർട്ട് ചെയ്യുന്ന രാജ്യങ്ങൾ എന്ന് പറയുന്നത് യുണൈറ്റഡ് സ്റ്റേറ്റ്സ്, യുണൈറ്റഡ് കിങ്ഡം, ജർമ്മനി, ബെൽജിയം, ഇറ്റലി തുടങ്ങിയവയാണ്. പിന്നെ ശ്രീലങ്ക ഇമ്പോർട്ട് ചെയ്യുന്നത് പെട്രോളിയം, ടെക്സ്റ്റൈൽ ഫാബ്രിക്സും, ഫുഡ് സ്റ്റഫ്സും, മെഷീനറിയും, ട്രാൻസ്പോർട്ടേഷൻ എക്യുപ്മെന്റ്സുമാണ്. ശ്രീലങ്കയിലെ മെയിൻ ഇമ്പോർട്ടിംഗ് പാർട്ട്നേഴ്സ് എന്ന് പറയുന്നത് ഇന്ത്യ, ചൈന, ഇറാൻ, സിംഗപ്പൂർ ആണ്. 1998 ശ്രീലങ്ക ആദ്യമായിട്ട് ഇന്ത്യയുമായിട്ട് ബൈലാറ്ററൽ ഫ്രീ ട്രേഡ് എഗ്രിമെന്റ് സൈൻ ചെയ്തിട്ടുണ്ട്. ശ്രീലങ്ക വേൾഡ് ട്രേഡ് ഓർഗനൈസേഷനിലെയും അതുപോലെ സൗത്ത് ഏഷ്യൻ അസോസിയേഷൻ ഫോർ റീജിയണൽ കോർപ്പറേഷന്റെയും മെമ്പർ കൺട്രിയാണ്. ട്രാൻസ്പോർട്ടേഷൻ. ശ്രീലങ്കൻ ട്രാൻസ്പോർട്ടേഷനിൽ ഇമ്പോർട്ടൻ്റ് റോൾ പ്ലേ ചെയ്യുന്നത് റോഡ് നെറ്റ്വർക്കാണ്. ഇത് പ്രധാനമായിട്ടും കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത് കൊമേഴ്ഷ്യൽ ക്യാപിറ്റൽ ആയിട്ടുള്ള കൊളംബോയിലാണ്.
ശ്രീലങ്കയിലെ ലാൻഡ് ട്രാൻസ്പോർട്ടിൽ 93% റോഡ് ട്രാൻസ്പോർട്ടേഷനാണ് കവർ ചെയ്യുന്നത്. ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു എക്സ്പ്രസ് വേ എന്ന് പറയുന്നത് കൊളംബോ മത്താര എക്സ്പ്രസ് വേ ആണ്. 126 കിലോമീറ്റർ ആണ്. കൊളംബോ, ഗല്ലേ, മത്താര തുടങ്ങിയ സ്ഥലങ്ങളെ കണക്ട് ചെയ്തിട്ടുള്ളൊരു എക്സ്പ്രസ് വേ ആണ്. 2011 സദേൺ പ്രോവിൻസിൽ ഇത് ഡെവലപ്പ് ചെയ്തത്. പ്രിൻസിപ്പൽ മോഡ് ഓഫ് പബ്ലിക് ട്രാൻസ്പോർട്ട് എന്ന് പറയുന്നത് ബസ്സസ് ആണ്. അത് കഴിഞ്ഞൊരു ഇമ്പോർട്ടൻറ്റ് മോഡ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ ആണ് റെയിൽ നെറ്റ്വർക്ക് എന്ന് പറയുന്നത്. ഇന്റർസിറ്റി കണക്ട് ചെയ്യുന്ന നെറ്റ്വർക്കാണ് റെയിൽ നെറ്റ്വർക്ക് എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് കൊളംബോയിൽ ജോലിക്ക് വരുന്ന ആളുകളെ കമ്മ്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് റെയിൽ നെറ്റ്വർക്ക് യൂസ് ചെയ്യുന്നത്. ടോട്ടൽ റെയിൽവേ എന്ന് പറയുന്നത് 1450 കിലോമീറ്റർ ആണ്. അതിൻ്റെ ഹബ്ബ് എന്ന് പറയുന്നത് കൊളംബോയാണ്. ഈ കൊളംബോയിൽ നിന്നുള്ള ട്രെയിൻസ് എല്ലാം തന്നെ 9 പ്രധാനപ്പെട്ട പ്രോവിൻസസ് 9 ഹബ്സിലും കണക്ട് ചെയ്യുന്നുണ്ട്. ശ്രീലങ്കയിലെ അടുത്ത ഇമ്പോർട്ടൻറ്റ് മോഡ് ഓഫ് ട്രാൻസ്പോർട്ട് ആണ് ഇന്ത്യൻ വാട്ടർവേസ് എന്ന് പറയുന്നത്. ടോട്ടൽ വാട്ടർവേ എന്ന് പറയുന്നത് 160 കിലോമീറ്റർ ആണ്. പ്രധാനമായിട്ടും സൗത്ത് വെസ്റ്റ് ഭാഗത്താണ് ഇത് കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത്. ഷാലോ റോഡ് ബോട്ട്സ് വെച്ചിട്ടാണ് ഇത് നാവിഗേഷന് പോസിബിൾ ആവുന്നത്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോർട്സ് കൊളംബോ പോർട്ട്, ഹബൻടോട്ടോ പോർട്ട്, ദിക്കോവിറ്റ ഫിഷറി ഹാർബർ, കനഷ്തുറൈ പോർട്ട്. ശ്രീലങ്കയിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇന്റർനാഷണൽ എയർപോർട്ട് എന്ന് പറയുന്നത് കൊളംബോ ബന്ദാരനാഗ ഇന്റർനാഷണൽ എയർപോർട്ട്, ജാഫ്ന ഇന്റർനാഷണൽ എയർപോർട്ട്, മത്തല രാജപക്ഷ ഇന്റർനാഷണൽ എയർപോർട്ട്, രത്മലന ഇന്റർനാഷണൽ എയർപോർട്ട്. ടൂറിസത്തിന്റെ ഒരു സ്പോട്ടാണ്, മേജർ സ്പോട്ടാണ് ശ്രീലങ്ക എന്ന് പറയുന്നത്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള, വളരെ ഡൈവേഴ്സ് ആയിട്ടുള്ള ഒരു നേഷനാണ് ശ്രീലങ്ക എന്ന് പറയുന്നത്. ശ്രീലങ്കയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആകർഷണം എന്ന് പറയുന്നത് അവിടുത്തെ ട്രോപ്പിക്കൽ ബീച്ചസും ഒപ്പം തന്നെ ബുദ്ധിസ്റ്റ് റിലിക്സും ഒപ്പം ഹെറിറ്റേജ് സൈറ്റ്സുമാണ്. ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ടൂറിസ്റ്റ് സ്പോട്ട് എന്ന് പറയുന്നത് അതിൻ്റെ ക്യാപിറ്റൽ സിറ്റിയായ കൊളംബോ തന്നെയാണ്. ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടൂറിസ്റ്റ് സ്പോട്ട്സ് എന്ന് പറയുന്നത് ടോട്ടൽ കൺസർവേഷൻ സെൻറ്റർ, നാച്ചുറൽ ഹിസ്റ്ററി മ്യൂസിയം, നെല്ലിമ്പുക്കും തിയേറ്റർ തുടങ്ങിയവയാണ്. ഇനി അടുത്തൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്ലേസ് ക്യാൻറ്റി ആണ്. ഇവിടെ പ്രധാനമായിട്ടും കാണേണ്ട സ്ഥലങ്ങൾ എന്ന് പറയുന്നത് ടെമ്പിൾ ഓഫ് ട്രൂത്തും പിൻവാല എലിഫന്റ് ഓർഫനേജുമാണ്. ഇനി മറ്റൊരെണ്ണം എന്ന് പറയുന്ന ഒരു ഹൈലാൻഡ് ആണ്, നുവാര എല്ലി ആണ്. ഇതൊരു ടീ ഇൻഡസ്ട്രി കൂടെയാണ്. ശ്രീലങ്കയിലെ മറ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടൂറിസ്റ്റ് സ്പോട്ട്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. ദംബുല കേവ് ടെമ്പിൾ ശ്രീലങ്കയിലെ തന്നെ ലാർജസ്റ്റ് ആയിട്ടൊരു ടെമ്പിൾ ആണ്. യാല നാഷണൽ പാർക്ക്, അതുഗം ബേ, സിർഗിയ പൊലന്നാർവ, ഗല്ലെ, ജാഫ്ന, Commonwealth War Cemetery at Kanti, Temple of Truth at Kanti, Nuwara Eliya, Trincomalee, Palanwa Sacred City, Anuttara Pura, Nine Ash Bridge, Bhimtale, Udwala National Park, Ravana Falls, Adams Peak. ശ്രീലങ്കൻ ടൂറിസം മാപ്പാണ് ഇത് കാണിച്ചേക്കുന്നത്. ഇത് കാണാൻ സാധിക്കും. രാജ്യത്തുടനീളം തന്നെ ഒത്തിരി ടൂറിസ്റ്റ് സ്പോട്ട്സ് ഉണ്ട്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് നോർത്തിൽ കാണപ്പെടുന്നത് ജാഫ്നയാണ്, വെസ്റ്റ് കോസ്റ്റിലുണ്ട്, കൊളംബോയുണ്ട്, മൗണ്ടൻസ് റീജിയനുണ്ട്. ഈസ്റ്റ് കോസ്റ്റിൽ ഇവിടെ ഒരു നാഷണൽ പാർക്ക് കാണാൻ സാധിക്കും. സൗത്തിൽ കൂടുതൽ ബീച്ചസിനാണ് പ്രാമുഖ്യം കൊടുത്തേക്കുന്നത്. ഇൻട്രസ്റ്റിംഗ് ഫാക്ട്സ് അബൌട്ട് ശ്രീലങ്ക. ശ്രീലങ്ക അറിയപ്പെടുന്നത് ഇന്ത്യൻ ഓഷ്യനിലെ പേൾ അല്ലെങ്കിൽ ഇന്ത്യയുടെ ടിയർ ഡ്രോപ്പ് എന്നാണ്. ലോകത്തിലെ ഏറ്റവും കൂടുതൽ സിനമന്റെ പട്ടയുടെ ലീഡിംഗ് എക്സ്പോർട്ടർ കൺട്രി എന്ന് പറയുന്നത് ശ്രീലങ്കയാണ്. സിർപെൻഡിഡിറ്റി എന്ന് പറയുന്ന വേർഡ് വന്നത് സിർപെൻഡിപ്പ് എന്ന് പറയുന്ന വേർഡിൽ നിന്നാണ്. സിർപെൻഡിപ്പ് എന്ന് പറയുന്നത് ശ്രീലങ്കയുടെ പഴയ പേരായിരുന്നു. വേൾഡിലെ വൺ ഓഫ് ദ ഓൾഡസ്റ്റ് ആയിട്ടുള്ള നാഷണൽ ഫ്ലാഗ് എന്ന് പറയുന്നത് ശ്രീലങ്കൻ ഫ്ലാഗ് ആണ്. ടൂത്ത് ടെമ്പിൾ ഇൻ കാൻറ്റി എന്ന് പറയുന്നതിൽ ശരിക്കും അവിടുത്തെ ടൂത്ത് എന്ന് പറയുന്നത് ബുദ്ധയുടെ ടീത്താണ്. ലോകത്ത് ആദ്യമായിട്ടൊരു ഫീമെയിൽ പ്രൈം മിനിസ്റ്ററിനെ എലക്ട് ചെയ്ത രാജ്യവും ശ്രീലങ്കയാണ്. ഇനി ശ്രീലങ്കയിൽ ഏതാണ്ട് 2300 വർഷം പഴക്കമുള്ള ഹ്യൂമൻ പ്ലാന്റഡ് ആയിട്ടൊരു ട്രീയും ഉണ്ട്.